കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് ഇലക്ഷൻ ഈവാണ്. 2 മാസമേ ഇനി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. വിളിച്ചാൽ കേൾക്കുന്ന ദൂരം. അപ്പോൾ ഐക്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം. കക്ഷികൾക്കകത്തും കക്ഷികൾ തമ്മിലും ഐക്യമുണ്ടാകണം. പ്രത്യേകിച്ചും UDF ലീഡർഷിപ്പ് കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്തും ഐക്യമുണ്ടാകണം. മറ്റ് കക്ഷികൾക്കകത്തും പ്രശ്നങ്ങളുണ്ട്, ഐക്യമുണ്ടാകണം. അപ്പോൾ ഐകമത്യത്തോടുകൂടി കൂടുതൽ കെട്ടുറപ്പോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് അടുത്ത പ്രാവശ്യം ജയിക്കാൻ പറ്റുള്ളൂ. സാധ്യത ജയിക്കാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പൊതുവേ ഒരു അല്പക്ഷീണമുണ്ടെങ്കിലും സെൻട്രൽ ട്രാവൻകൂറിലും മലപ്പുറത്തുമൊക്കെ തീർച്ചയായിട്ടും അവിടെ ഒരു മെജോറിറ്റി സെക്യൂർ ചെയ്യുന്നതിന് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ബെൽറ്റിൽ നമുക്ക് തിരിച്ചടികളൊന്നുമില്ല. വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഇതിൻ്റെ ബാക്ക് ബോൺ. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെതിരെ അവരുടെ ഫീലിങ്സ്, അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന ചില പ്രസ്താവനകൾ അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെ ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിർഭാഗ്യകരമാണ്. ഇപ്പോൾ മൈനോറിറ്റിയും മജോറിറ്റിയും എല്ലാം കൂടി ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പരസ്പരം സീസണുള്ള സീസണും ദൈവത്തിനുള്ള ദൈവത്തിനും, മജോറിറ്റിക്കുള്ളത് മജോറിറ്റിക്കും മൈനോറിറ്റിക്കുള്ളത് മൈനോറിറ്റിക്കും. അത് പരസ്പര സഹിഷ്ണുതയോടെയും പരസ്പര വിശ്വാസത്തോടെ നമുക്ക് പോകണം. പരസ്പര സഹകരണമാണ് ഏറ്റവും ആവശ്യം. എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ മാനുഷിക പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് എവിടെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. അപ്പോൾ നമുക്ക് വിശാലമായൊരു കാഴ്ചപ്പാടാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. പിന്നെ റബ്ബറിൻ്റെ വിലയിടിവ് വളരെ ബുദ്ധിമുട്ടിൽ കേരളത്തിൻ്റെ കർഷക സമ്പദ് വ്യവസ്ഥയാകെ തകർക്കുന്നു. റബ്ബറിൻ്റെ വിലയിടിവ് ഈ കോൺഗ്രസ് പാർട്ടി പാർലമെൻറ്റിൽ വളരെ ശക്തമായൊരു നിലപാട് കേരളത്തിലെ കൃഷിക്കാർക്ക് അനുകൂലമായിട്ട് എടുക്കണം. കാരണം പാർലമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റബ്ബറിൻ്റെ ഇറക്കുമതി യാതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. റബ്ബർ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. ഇവിടെ മാർജിനലായിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് തമ്മിലുള്ള വിടവ് വളരെ മാർജിനില്ല. ചെറിയൊരു വിടവ് 60,000 ടൺ കമ്മിയാണ്. അതിൻ്റെ സ്ഥാനത്ത് 4 ലക്ഷം ടൺ റബ്ബർ ഇറക്കുമതി ചെയ്യുക എന്ന് 4 ലക്ഷം 7 ഇരട്ടിയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ റബ്ബർ 4.5 ലക്ഷം ടൺ റബ്ബർ ഇറക്കുമതി ചെയ്യുക എന്ന് പറയുന്നത് അതിന് യാതൊരു നീതീകരണവുമില്ല. അതുകൊണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി അടിയന്തരമായിട്ട് നിർത്തിവയ്ക്കണം. അത് സാധ്യത ഒരു കുഴപ്പമില്ല. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഒരു പരിതസ്ഥിതി വന്നാൽ നമുക്ക് ഇറക്കുമതി തടയാൻ അനുവദിച്ചിട്ടുണ്ട്. സേഫ്റ്റി ക്ലോസസ് അതിലുണ്ട്. അങ്ങനത്തെ രാഷ്ട്രീയമൊന്നുമില്ല. കേസിന്റെ കാര്യം കേസ് വഴിക്ക് പോട്ടെ. ഞാനത് പറയട്ടെ. നിങ്ങൾക്ക് ഞാനത് പറയട്ടെ. എൻ്റെ കേസിനെ സംബന്ധിച്ചൊന്നും ഞാൻ പരാമർശിച്ചിട്ടില്ല. കാരണം അത് ബോധപൂർവമാണ്. ഞാനങ്ങനെ പരാതി പറയേണ്ട കാര്യം എന്താ? എനിക്ക് പ്ലീഡ് ചെയ്യേണ്ട യാതൊരു കാര്യവും കേസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എനിക്കെതിരെ എടുത്ത കേസ് ആവശ്യമുള്ളതായിരുന്നില്ല അത് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾക്ക് വളരെ ബോധ്യമാണ്. അത് സത്യം തെളിയട്ടെ. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യം ആത്യന്തികമായി വിജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യാതൊരു വിഷമതയാക്കാൻ അത് ചെയ്തത് ആവശ്യമില്ലായിരുന്നു. തീർച്ചയായിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ കേസ് റെഫർ ചെയ്യാനായിട്ട് റിപ്പോർട്ട് കൊടുത്തു. വീണ്ടും തെളിവ് 300-ൽ പരം സാക്ഷികളെ കണ്ട് ചോദിച്ചു. വീണ്ടും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 101 പ്രാവശ്യം അന്വേഷിച്ചോട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. അന്വേഷണത്തിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. അന്വേഷണത്തിൽ യാതൊരു തടസ്സവും വരുത്തുകയില്ല. അപ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് ഒന്നും സോണിയയുടെ അടുത്ത് എൻ്റെ കേസിനെ സംബന്ധിച്ച് യാതൊരു ഒരക്ഷരം പോലും ഞാൻ ഉരിയാടിയിട്ടില്ല. ഇതെല്ലാം ഒന്നും പ്ലീസ്. അടുത്ത കോൺഗ്രസ് പാർട്ടി ഈ UDF ലീഡർഷിപ്പ് നൽകുന്ന കോൺഗ്രസ് പാർട്ടി എല്ലാം ഒരു നീതിനിഷ്ഠമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അർഹമായ സീറ്റുകൾ അർഹമായ നിലയിൽ കൊടുക്കണം. അർഹമായ, അനർഹമായിട്ടുള്ളത് ആർക്കും വേണ്ട, എല്ലാവർക്കും ഓരോരുത്തർക്കും അർഹമായ നിലയിൽ ഇപ്പൊ വേണ്ട. എല്ലാം അത് വളരെ ഗൗരവത്തോടുകൂടി അവർ ക്ഷമയോടുകൂടി കേട്ടു. അതെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ല, അതൊന്നും അത്രയും തെളിവിച്ച് മറുപടി പറഞ്ഞത് അവർ ഞങ്ങളുടെ അഭിപ്രായത്തോടു കൂടി മാനസികമായി യോജിച്ചു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒന്നിപ്പോൾ അങ്ങനെയൊന്നും ഒരു റിപ്ലൈ ആയിട്ടൊന്നും ഓരോന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു.